വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ഫിലിപ്പ് മമ്പാടിനെ അറിഞ്ഞവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കാത്ത വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ച പോലീസുകാരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ഇയാൾക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് വിശ്വസിക്കുവാൻ കഴിയാതെ അവർ പരസ്പരം ചോദിച്ചത്. ഇപ്പോഴിതാ ഫിലിപ്പിൻ്റെ വാട്സപ്പ് ഫോൺ സന്ദേശങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ചിലത് ഇങ്ങനെയാണ്. വോയിസ് ക്ലിപ്പ് 1. നാളെ എന്നെ വിളിക്കണം, എന്നിട്ട് കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. സത്യമായിട്ടും നീ ഇങ്ങോട്ട് സ്നേഹിക്കേണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചോളാം. വോയിസ് ക്ലിപ്പ് 2. ഇങ്ങോട്ട് സ്നേഹിക്കാനല്ലേ ബുദ്ധിമുട്ട്, എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ. വോയിസ് ക്ലിപ്പ് 3. നിന്റെ വാട്സപ്പ് നോക്കൂ, നിന്നെ ഇഷ്ടമാണ്, അത് തന്നെ, ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. വോയിസ് ക്ലിപ്പ് 4. എന്താ കുഞ്ഞെ പിണങ്ങിയിരിക്കുന്നത്, നിനക്ക് നാളെ ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി. വോയിസ് ക്ലിപ്പ് 5. ഞാൻ വരുന്നുണ്ട് പൊന്നെ, എന്തായാലും വരുന്നുണ്ട് എൻ്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിൻ്റെ അടുത്ത്, എൻ്റെ കുഞ്ഞിനെ കാണാനാണ് വരുന്നത്. വോയിസ് ക്ലിപ്പ് 6. പൊന്നെ നീ എവിടെ, എങ്ങനെയുണ്ട് കുഞ്ഞെ? വോയിസ് ക്ലിപ്പ് 7. എല്ലാ കഷ്ടപ്പാടും തമ്പുരാൻ മാറ്റും, എൻ്റെ ജീവനാണ്, പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്നുണ്ട്. വോയിസ് ക്ലിപ്പ് 8. ഞാൻ കഴിച്ചു, നീ കഴിച്ചോ, അച്ചായൻ വന്നോ? വോയിസ് ക്ലിപ്പ് 9. എൻ്റെ പൊന്നു, എനിക്ക് നിന്നെ കാണണം, ഇങ്ങോട്ട് വന്നൂടെ? അങ്ങനെ തുടരുന്നു ഫിലിപ്പ് മമ്പാടിൻ്റെ ശബ്ദ സന്ദേശങ്ങൾ. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സംസാരിച്ചു വീഴ്ത്താനുള്ള വാക്ചാതുരിയും സ്നേഹപ്രകടനങ്ങളുമെല്ലാം ഫിലിപ്പിന് കൈവശമുണ്ടായിരുന്നു. എന്നാൽ എല്ലാം ഇത്തരത്തിൽ ഫിലിപ്പ് പ്രയോജനപ്പെടുത്തുന്നുണ്ടായിരുന്നുവെന്ന് കുടുംബം പോലും അറിഞ്ഞിരുന്നില്ല. വീട്ടിൽ നല്ലൊരു ഭർത്താവായും 2 മക്കൾക്ക് സ്നേഹനിധിയായ അച്ഛനായും കൂട്ടുകാരനുമായുമെല്ലാം അവർക്കൊപ്പം നിന്ന ആ മനുഷ്യൻ. എന്നാൽ ഫിലിപ്പ് മമ്പാട് എന്ന 49കാരൻ്റെ മുഖംമൂടി അപ്രതീക്ഷിതമായി അഴിഞ്ഞു വീണപ്പോൾ വിശ്വസിക്കുവാനാകാതെ തകർന്നു പോവുകയായിരുന്നു പ്രിയപ്പെട്ടവർ. അദ്ദേഹത്തെ പ്രാണനായി തന്നെ സ്നേഹിച്ചിരുന്ന ഭാര്യയും കുടുംബവുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അമ്മയും അനുജത്തിയും അച്ഛനും അടങ്ങുന്ന കുടുംബത്തിലേക്ക് വിളക്കായിട്ടാണ് ഭാര്യ ഡോളി എത്തിയത്. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ മദ്യപാനവും പുകവലിയുമെല്ലാം ഡോളിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും സ്നേഹപരമായ ഇടപെടലിലൂടെ ഡോളി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. 6 ദിവസത്തോളം പട്ടിണി കിടന്ന ഡോളിയുടെ സ്നേഹത്തിന് മുന്നിൽ തൻ്റെ മദ്യപാനാസക്തിയെ അടിയറവ് വെക്കുകയായിരുന്നു ഫിലിപ്പ്. അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഫിലിപ്പ് പുതിയൊരു മനുഷ്യനായി കൂടെയാണ് പിറവിയെടുത്തത്. ASI ജോലി ചെയ്യവെയാണ് ഡോളിയുടെ ആഗ്രഹപ്രകാരം വെറുതെയല്ല ഭാര്യ ഷോയിലേക്കും എത്തിയത്. തുടർന്ന് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ശമ്പളം ഉണ്ടായിരുന്ന സമയത്താണ് ഫിലിപ്പ് VRS എടുത്ത് ജോലിയിൽ നിന്നും പിരിഞ്ഞതും ശേഷം മുഴുവൻ സമയ മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.